വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 1000ാമത് കപ്പലെത്തി. MSC ലൂസിയാന കപ്പലാണ് തുറമുഖത്തെത്തിയത്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 2 വർഷത്തിനുള്ളിലാണ് ഈ നേട്ടം. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, വിഴിഞ്ഞത്തിന് ഇത് പുതിയ നേട്ടമാണ്. 1000ാമത്തെ കപ്പൽ എപ്പോഴാണ് തുറമുഖത്ത് ബർത്ത് ചെയ്തത്? ദിവ്യ, വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 2 വർഷത്തിനുള്ളിൽ തന്നെ 1000ാമത്തെ കപ്പലും ഇപ്പോൾ വിഴിഞ്ഞത്തെത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. MSCയുടെ ലൂസിയാന എന്ന കപ്പൽ 363.6 മീറ്റർ നീളമുള്ള പനാമയുടെ ഫ്ളാഗ് വഹിക്കുന്ന കപ്പലാണ് MSC ലൂസിയാന. അതിപ്പോൾ മുന്ദ്ര തുറമുഖത്ത് നിന്നാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ളത്. 1000ാമത്തെ കപ്പലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ ഈ MSCയുടെ ഈ കപ്പൽ ഇവിടെ എത്തുമ്പോൾ അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതുവരെ 21.12 ലക്ഷം TU ചരക്ക് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ ഡിമാൻഡ് എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ബെർത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പുലിമുട്ടിനകത്തേക്ക് MSC ലൂസിയാന പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4000ത്തോളം കണ്ടെയ്നർ വഹിക്കുന്ന MSC ലൂസിയാന എന്ന കൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വിഴിഞ്ഞത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചരിത്ര നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കിക്കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ രാജ്യമെമ്പാടും മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ ആർജിച്ചിട്ടുള്ളത്. ഈ ഹോർമൂസ് അടഞ്ഞു കിടന്ന സമയത്തൊക്കെ തന്നെ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളെല്ലാം തന്നെ വിഴിഞ്ഞത്തെത്തി വിഴിഞ്ഞത്ത് ഒന്ന് കപ്പൽ അടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ള അനുമതിയൊക്കെ തേടുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. പക്ഷേ MSCയുടെ കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. കാരണം അത്രത്തോളം തിരക്ക് വിഴിഞ്ഞത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുടെ അതുപോലെ വലിയ വലിയ ഷിപ്പിംഗ് കമ്പനികളുടെയൊക്കെ ആ ഒരു അഭ്യർത്ഥന നമുക്ക് വളരെ സങ്കടത്തോടെ നിരസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇനിയിപ്പോൾ വിഴിഞ്ഞത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 2028 വിഴിഞ്ഞത്തിന്റെ പൂർണ്ണ തോതിലുള്ള ശേഷി കൈവരിക്കും. അപ്പോഴേക്കും ഏകദേശം 30 ലക്ഷം TU കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വിഴിഞ്ഞത്തിന്റെ ആ കപ്പാസിറ്റി, ആ ശേഷി വർദ്ധിക്കും. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ വിഴിഞ്ഞത്തെ ചരിത്രത്തിലേറ്റിക്കൊണ്ട് MSC ലൂസിയാന എന്ന മദർഷിപ്പ് ഈ വിഴിഞ്ഞത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുലിമുട്ട് വഴി വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മൂറിംഗ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ ഈ കപ്പൽ ഇവിടെ നിന്ന് വളഞ്ഞ് തിരിഞ്ഞ് നേരെ ബെർത്തിലേക്ക് അടുപ്പിക്കും. നിലവിൽ ഇപ്പോൾ ബെർത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റ് കപ്പലുകളൊന്നും തന്നെ ബെർത്തിലില്ല. ഈ കാണുന്ന 800 മീറ്റർ ബെർത്ത് അതിപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. MSC ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി MSC ലൂസിയാന എന്ന മദർഷിപ്പിനെ ഇപ്പോൾ 1000ാമത്തെ കപ്പലിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ആദര സൂചകമായിട്ട് എത്തുന്ന 1000ാമത്തെ കപ്പലിന് ഇപ്പോൾ ഈ ടക്ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നേരത്തെ 2024 ജൂലൈയിൽ അന്ന് ആദ്യ കപ്പൽ മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ വന്നത് വലിയ ആഘോഷപൂർവ്വമാണ് അന്ന് കേരളം ആ കപ്പലിനെ വരവേറ്റത്. അതിന് സമാനമായിട്ട് ഇപ്പോ MSC ലൂസിയാന 1000ാമത്തെ കപ്പൽ MSC ലൂസിയാന ഇവിടെ എത്തുമ്പോൾ അത്രത്തോളം ആവേശത്തോടു കൂടി MSC ലൂസിയാനയും വരവേൽക്കുകയാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ നേട്ടങ്ങൾ ഇതിനോടകം കൊയ്തു കഴിഞ്ഞു. നേരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായിട്ടുള്ള MSC ഐറീന അടക്കം വിഴിഞ്ഞത്തെത്തിയിരുന്നു. മറ്റൊരു തുറമുഖത്തിനും രാജ്യത്തെ മറ്റൊരു തുറമുഖത്തിനും ലഭ്യമാവാത്തത്രയും നേട്ടം വിഴിഞ്ഞത്തിന് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം മാത്രം ലോകത്തിലെ അൾട്രാ ലാർജ് വെസൽസ് എന്നറിയപ്പെടുന്ന ഏറ്റവും 400 മീറ്റർ നീളമുള്ള 7 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ മാസം മാത്രം വന്നത്. ഇതിനോടകം തന്നെ 21.12 ലക്ഷം TU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അടുക്കി വെക്കുമ്പോൾ അത് അവിടെ തികയാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വിഴിഞ്ഞത്തിന്റെ ഡിമാൻഡ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 1000ാമത്തെ കപ്പൽ എന്ന ഖ്യാതി കൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കഴിഞ്ഞിട്ടുണ്ട്. 2008 ആകുമ്പോഴേക്കും ഈ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ പൂർത്തിയാകും. നിലവിലുള്ള ബെർത്തിന്റെ നീളം 2000 മീറ്ററായിട്ട് ഉയരും. അപ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മദർഷിപ്പ്
കൂടുതൽ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയും. നിലവിൽ 800 മീറ്റർ ബർത്താണ്. അത് അടുത്ത വർഷം തന്നെ 400 മീറ്റർ ബർത്ത് കൂടി നിർമ്മിക്കാൻ കഴിയും. ആ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അദാനി അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോഴേക്കും ഒരു മദർഷിപ്പിനും കൂടി അല്ലെങ്കിൽ കൂടുതൽ ഫീഡർഷിപ്പുകൾക്ക് കൂടി വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. 2028 ഈ മുഴുവൻ ഫേസും പൂർത്തിയാക്കി 4 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലേക്ക് വിഴിഞ്ഞം വളരെ. ഇപ്പോൾ പുലിമുട്ട് 4 കിലോമീറ്റർ നീളത്തിലേക്ക് പുലിമുട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. അതും ഇപ്പോൾ 500 മീറ്റർ കൂടി, നിലവിലുള്ളതിനേക്കാൾ 500 മീറ്റർ കൂടി അതിന്റെ നീളം കൂടിയിട്ടുണ്ട്. മൺസൂൺ ശക്തിപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിവേഗം തീർക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് അദാനി പോർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും വിഴിഞ്ഞത്തിപ്പോൾ MSCയുടെ ലൂസിയാന എത്തുമ്പോൾ അത് 1000ാമത്തെ കപ്പൽ എന്ന വലിയ നേട്ടവുമായിട്ടാണ് വിഴിഞ്ഞം ലോകത്ത് ശ്രദ്ധയാകർഷിക്കുന്നത്. ദിവ്യ.